എൻട്രൻസ് എന്നുള്ള കാര്യം നമ്മൾ മറന്നേക്കും എന്നുള്ളതാണ് പറയുക. നമ്മളൊരു സയൻസിൻ്റെ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുന്ന ശാസ്ത്രശാഖകളാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതിങ്ങനെ വായിച്ച് പഠിക്കുക എന്നുള്ളത് അതൊരു ഒബ്സൊല്യൂട്ട് ആയിട്ടുള്ള മേ ബി ഒരു 12ാം ക്ലാസ് വരെയൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. സപ്പോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ അതോ നമ്മൾ കിട്ടിയ കോഴ്സ് വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു പേരൻറ്റോ ഒരു രക്ഷിതാവാണെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. നീറ്റിൻ്റെ റിസൾട്ടിനെല്ലാം ശേഷം ആരെല്ലാമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുറേയധികം രക്ഷകർത്താക്കൾക്കും പേരൻസിനും എല്ലാം സംശയമുണ്ട്. നമ്മളിനി ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണോ അതോ നമുക്കിപ്പോൾ അവൈലബിൾ ആവുന്ന ഒരു കോഴ്സ് നമുക്ക് കിട്ടിയ മാർക്കിനനുസരിച്ചിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ അത്തരം ആളുകൾക്ക് സഹായകരമാകുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ അതോ നമ്മൾ കിട്ടിയ കോഴ്സ് വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു പേരൻറ്റോ ഒരു രക്ഷിതാവാണെങ്കിൽ മുഴുവനായിട്ടും തന്നെ കാണുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ എത്ര വട്ടം ഇരുന്നു എന്നുള്ളതല്ല. നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ആളാണോ അതോ നമ്മളിപ്പോൾ +2 കഴിഞ്ഞ ആളാണോ, 2 വർഷം റിപ്പീറ്റ് ചെയ്ത ആളാണോ, 3 വർഷം റിപ്പീറ്റ് ചെയ്ത ആളാണോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടി വന്നതാണ്. ആ കുട്ടി കഴിഞ്ഞ ഒരു വർഷം ഇരുന്നിട്ട് 100% ക്ലാസ്സുകളും കണ്ടിട്ടുണ്ട്. 84 ചാപ്റ്റർ ഉണ്ട്. 84 ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്. 84 ചാപ്റ്ററിൻ്റെ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഡെയിലി ഒരു 12, 13, 14 മണിക്കൂറൊക്കെ ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രഥമദൃഷ്ട്യാ നമ്മൾ കാക്കുന്ന സമയത്ത് ആ കുട്ടീനെ കൊണ്ട് പറ്റുന്ന അത്രയും, പിന്നെ ഈ നീറ്റ് വന്നപ്പോഴും റീനീറ്റ് വന്നപ്പോഴും ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മാർക്ക് കുറവായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്താം. പക്ഷേ അതിനനുസരിച്ച് മെൻ്റൽ സ്ട്രെസ്സൊക്കെ എടുത്തൊരു കുട്ടി ഇപ്പോൾ മാർക്ക് അല്പം കുറവായിട്ട് തന്നെ 500-അടുത്ത് 450-അടുത്ത് മാർക്ക് മേടിച്ചിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ കാണുന്നുണ്ടാവുക. പക്ഷേ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. ആ കുട്ടി ആ വർഷത്തിൽ പ്രാക്ടീസ് ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിലും 100-ൽ താഴെ ചോദ്യങ്ങൾ മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. പഠന രീതി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത് നമ്മൾ ക്ലാസ് കേൾക്കും, ക്ലാസ് കേട്ട് ക്ലാസ്സിൻ്റെ സമയത്ത് തന്നെ നോട്ട് എഴുതിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ റൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സാണ് എടുക്കുക. അപ്പം നമ്മളിങ്ങനെ വായിച്ച് പഠിക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ബുക്ക് നോക്കി വായിക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ നോക്കും. ഇക്വേഷൻസൊക്കെ സെപ്പറേറ്റ് പേപ്പറിൽ ഷോർട്ട് നോട്ടിൽ നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടില്ല. ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കാൻ വേണ്ടി പോകും എന്നുള്ളതാണ്. സോ നോക്കൂ, നമ്മൾ ആ കുട്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്, നല്ല എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ പഠന രീതി പ്രോപ്പർ അല്ലായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എൻട്രൻസിൽ തിയറി വായിച്ച് പഠിച്ചിട്ട് എൻട്രൻസ് എന്നുള്ള കാര്യം നമ്മൾ മറന്നേക്കും എന്നുള്ളതാണ് പറയുക. നമ്മളൊരു സയൻസിൻ്റെ നമ്മൾ പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുന്ന ശാസ്ത്രശാഖകളാണ്. ഈ ശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതിങ്ങനെ വായിച്ച് പഠിക്കുക എന്നുള്ളത് അതൊരു ഒബ്സൊല്യൂട്ട് ആയിട്ടുള്ള മേ ബി ഒരു 12ാം ക്ലാസ് വരെയൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ സയൻസ് പഠിക്കുമ്പം ഈ നമ്മൾ പഠിക്കുന്ന സയൻസിനെ പ്രയോഗിച്ച് വേണം നമ്മൾ പഠിക്കാൻ. എസ്പെഷ്യലി ചോദ്യങ്ങളിലൂടെ പ്രയോഗിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ തിയറി വായിക്കുന്നതിന് പകരം 10 മിനിറ്റ് കൊണ്ട് ആ തിയറി വായിച്ച് ബാക്കി 1.25 മണിക്കൂർ നമ്മൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 30-40 ചോദ്യം ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ തിയറി നമ്മൾ ഓരോ ചോദ്യത്തിലും തിയറി അപ്ലൈ ചെയ്ത് ഒരു 30 ചോദ്യമൊക്കെ എത്തുമ്പോഴത്തേക്കും ആ തിയറി നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ പഠിഞ്ഞു വരിക എന്ന് പറയും. നമ്മൾ തന്നെ പഠിക്കുന്ന രൂപത്തിലേക്കാണ് വരുന്നുണ്ടാവുക. അതായത് പഠിക്കാനൊരു എഫേർട്ട് എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപത്തിലേക്കല്ല പോകുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. സോ ഇത് ചിലപ്പോൾ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് തീർച്ചയായിട്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം കൂടി എന്തായാലും ഒന്നിരിക്കണം. പഠിക്കുന്ന രൂപത്തിൽ പഠിക്കുന്നതിൻ്റെ രീതി മെക്കാനിസംസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മറ്റൊരു കുട്ടിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി നല്ല രൂപത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, ക്വസ്റ്റ്യൻസ് നല്ല രൂപത്തിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ കുട്ടി ടു മച്ച് ഇമോഷണലാണ്. ഓരോ എക്സാമിനും മാർക്ക് കുറയുമ്പോൾ എസ്പെഷ്യലി സ്വന്തം റൂമിലുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മളെക്കാൾ റൂംമേറ്റിന് കുറച്ച് മാർക്ക് കൂടുമ്പോൾ മാർക്ക് കുറയുമ്പോഴൊക്കെ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുകയും അപ്പാവുകയൊക്കെ ചെയ്യും. നമുക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ നല്ല സന്തോഷം കിട്ടും, കുറച്ചൊരു ആവേശത്തിൽ പഠിക്കും. നമുക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ സങ്കടമായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യമാണ്. പിന്നെ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് പഠിക്കുന്നതിൻ്റെ സ്പീഡ് വളരെ കുറയും. അത്രയും ദിവസം ഡെയിലി ഒരു 40, 50, 60, 100 ചോദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ മാർക്ക് അഥവാ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 ചോദ്യത്തിലേക്ക് 20 ചോദ്യത്തിലേക്കും ഡൗൺ ആയി പോകുന്നുണ്ടാവും. ഇതിങ്ങനെ സംഭവിച്ച് ഒരുപാട് ദിവസങ്ങൾ പഠനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ കുട്ടിക്ക്. കുട്ടിക്ക് ഒരു ഇമോഷണൽ എന്ന് വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന ആളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നോ
അല്ലെങ്കിൽ നമ്മളിതൊരു സ്റ്റേണായിട്ട് നമ്മളുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നോ ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്തരത്തിൽ നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നോക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ എൻറ്റയർ ടൈം, ഹൗ മച്ച് ടൈം വി ആർ സ്റ്റഡിങ്, എത്ര 12 മണിക്കൂറാണോ നിങ്ങൾ പഠിക്കുന്നത്, 14 മണിക്കൂറാണോ നിങ്ങൾ പഠിക്കുന്നത് എന്ന് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ പേരൻസ് ആണ് കാണുന്നതെങ്കിൽ കുട്ടീനോട് ഇത് ഒന്ന് വിശദമായിട്ട് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം ക്ലാസ് കാണുക എന്നുള്ളതാണ്. ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു 12th സ്റ്റുഡൻറ്റ് ആയാൽ മതി, നമ്മുടെയൊക്കെ നാട്ടിലുള്ള സ്കൂളിൽ നിന്നായാലും മതി. 12th സ്റ്റുഡൻറ്റ് എന്നുള്ള രൂപത്തിൽ 11th 12th 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലുള്ള മുഴുവൻ ചാപ്റ്ററുകളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ് കണ്ടിട്ടുണ്ടാവണം. എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഈ സമയത്ത് എടുത്തു പറയേണ്ടത്, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ കൊടുക്കാറുണ്ട്, പ്രിൻ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് കൊടുക്കാറുണ്ട്. കുട്ടികൾ ചിലരൊക്കെ ആ പ്രിൻ്റഡ് നോട്ടുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ടും കുട്ടികൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. പ്രിൻ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്, മോശം എന്നല്ല പറയാനുള്ളത്. പക്ഷേ പ്രിൻ്റഡ് ആയിട്ടുള്ള നോട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരുന്നാൽ മതി, നോട്ട് എഴുതിയെടുക്കണ്ട അല്ലെങ്കിൽ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ക്ലാസ്സിനോടൊപ്പം തന്നെ നോട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകണം. അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ കേസിൽ കുട്ടിയോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരുപാട് സമയം നോട്ട് വായിച്ച് പഠിച്ചിട്ട് നമ്മളിങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കുകയല്ല ചെയ്യുക. നോട്ട് വളരെ ക്വിക്കായിട്ട് വായിച്ചിട്ട് ഈ നോട്ടിലുള്ള തിയറി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലൂടെയാണ് തിയറി പഠിക്കുന്നുണ്ടാവുക. ഒരു ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം 300-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ എൻട്രൻസിലേക്ക് എത്തുള്ളൂ. 300-ന് മുകളിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ തുടങ്ങി വരുമ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി, നമ്മളുടെ സ്പീഡ്, ക്വസ്റ്റ്യനെ പറ്റിയുള്ള കോൺസെപ്റ്റുകൾ ഇതൊക്കെ കുറച്ച് വീക്കറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ഫേസിൽ വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഈ കാര്യങ്ങൾ. പിന്നീട് നമ്മളിതിങ്ങനെ ആ ഡിഫിക്കൽട്ടി വെച്ച് തന്നെ മുന്നോട്ട് പോയി ഇറ്റ്സ് ലൈക്ക് എ ഗ്രിഡ്. നമ്മളെന്താ പറയുക, നമ്മളൊരു ഗ്രൈൻഡിങ് ജേർണി എന്നൊക്കെ പറയാം. കുറച്ച് കഠിനമായിട്ടുള്ളൊരു ജേർണിയാണ്. അതിൽ നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ, നമ്മുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി കൂടി വരണം, മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടി വരണം, അതുപോലെ തന്നെ സ്പീഡും കൂടി വരണം. ഇതിങ്ങനെ കൂടി വരിക ചെയ്യുക. നമ്മളിപ്പോൾ ഈ വർഷത്തിൽ ടോപ്പിൽ നിന്ന് ടോപ്പ് റാങ്ക് വാങ്ങിയിട്ടുന്ന ആളുകളെല്ലാവരും തന്നെ, എല്ലാ കുട്ടികളും തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ എബിലിറ്റിയിലും സ്പീഡിലും ഒക്കെ കുറച്ച് ബാക്ക്വേർഡ് നിന്ന കുട്ടികൾ തന്നെയാണ്. അതിനുശേഷം ഇവർ വർക്ക് എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൂട്ടി വന്നതെന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ അറ്റൻഡൻസ്, എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യണം. ഇഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചില എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വല്ലാണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാർക്ക് കുറയുന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നല്ലോണം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ എക്സാമിന് മാർക്ക് കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എക്സാംസ് ആർ ദ കോർണർ സ്റ്റോൺസ്, ആണിക്കല്ല് എന്ന് പറയുന്ന സാധനമാണ്. അത് ഊരിപ്പോയി കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ മുഴുവനായിട്ടും കൊളായി വരുന്നുണ്ടാവും. എക്സാമുകൾ എഴുതണം. എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ ആൻസർ കീ വെച്ചിട്ട് എത്ര ചോദ്യം ശരിയായി, എത്ര ചോദ്യം തെറ്റിപ്പോയി, എത്ര മാർക്ക് കിട്ടും, അതുപോലെ തന്നെ ഏതെല്ലാം ചോദ്യങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് തെറ്റിപ്പോയത്, അതിനെതിരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും പോലെ കാര്യങ്ങൾ ചെയ്യണം. നോക്കുക, നമ്മൾ നല്ലോണം പഠിച്ച ഒരു എക്സാമിൽ ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സ്ട്രെസ് അനുഭവപ്പെടും. ക്വസ്റ്റ്യൻ തെറ്റി പോകുമ്പോൾ നമുക്ക് നല്ല വിഷമം അനുഭവപ്പെടും. ആ വിഷമത്തിൻ്റെ പേരിൽ ഇത് മാറ്റി വയ്ക്കാൻ പാടില്ല. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രിപ്പറേഷൻ ഭയങ്കര കൊളായി പോകുന്ന രൂപത്തിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിനോടൊക്കെ ഒപ്പം തന്നെ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പഠിച്ച കൺഫ്യൂഷനായ കാര്യങ്ങളും പഠിച്ചിട്ട് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വരണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവിഷൻ സമയത്ത് റിവൈസ് ചെയ്യേണ്ടത്. റിവിഷൻ സമയത്ത് വീണ്ടും ക്ലാസ് കാണാൻ വേണ്ടി പാടില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും റിവിഷൻ സമയത്ത് വീണ്ടും ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി യൂട്യൂബിലൊക്കെ ആയിട്ട് അങ്ങനത്തെ ക്ലാസ്സുകളിൽ പിന്നാലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നോട്ട് ഉപയോഗിച്ചിട്ടുള്ള സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹിൻഡർ ചെയ്ത് പോകും. സോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ക്ലാസ് കാണുന്നതും മുതൽ നോട്ട് എഴുതുന്നതും നോട്ട് വായിക്കുന്നതും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതും എക്സാം എഴുതുന്നതും എക്സാം അനലൈസ് ചെയ്യുന്നതും ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നതും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഈ ഇൻറ്റൻസിറ്റിയിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത വർക്ക് പ്രോപ്പറായിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് എത്ര വർഷം ഇരുന്നോ എത്ര അവേഴ്സ് ഇരുന്നു എന്നുള്ളതൊന്നും അല്ല കഥ ഉണ്ടാവുക. ചെയ്യേണ്ട പണി പ്രോപ്പറായിരുന്നോ. മേ ബി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ ഡോപ്പയിലാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ തന്നെയാണ് സംസാരിക്കാറുള്ളത് കുട്ടികളോട്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിട്ടയായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് പോകാറുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലും ചില കുട്ടികൾക്ക് അത് പ്രോപ്പർലി ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല.
ചില കുട്ടികൾക്കാവട്ടെ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഡോപ്പയിലൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവിടെ മെൻറ്റേഴ്സും മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് വളരെ സ്പെസിഫിക്കലി ഉള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ അളവ് കുറവുണ്ടാവും. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തടസ്സത്തിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലോ, ഇപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ്, ആ കുട്ടി തിരിഞ്ഞ് നോക്കുക, ഇത്ര കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ അഭിപ്രായം. ഓർക്കുക, ഒരിക്കൽ പോലും ഇതൊരു മേ ബി നിങ്ങൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തോന്നലുണ്ടാവും, പക്ഷേ ഏറ്റവും നല്ലതാണ് നമ്മളൊരു ഗവൺമെൻറ് MBBS നേടുക അല്ലെങ്കിൽ എയിംസിൽ പോവുക എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിലുണ്ടായിക്കോട്ടെ. പക്ഷെ ആ ലക്ഷ്യത്തിനേക്കാൾ ഉപരി നമ്മൾ ഈ എടുക്കാനുള്ള വർക്ക് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ പണിയെടുത്താൽ മതി, കൃത്യമായിട്ട് വർക്ക് എടുത്താൽ മതി. ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എല്ലാ എക്സാംസും എഴുതി എല്ലാ എക്സാംസും അനലൈസ് ചെയ്ത് ഈ എക്സാം അനലൈസിനെ ബേസ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് പഠിച്ച് അടുത്ത എക്സാം എഴുതി അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് പഠിച്ച് അങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമ്മളൊരു വർക്ക് എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തനിയേ വരുന്നൊരു സാധനമാണ് നമ്മൾ ഈ എൻട്രൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ട്. ബട്ടർഫ്ലൈനെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരാളുടെ കഥയാണ്. ഒരു പൂന്തോട്ടത്തിനുള്ളിൽ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഈ ബട്ടർഫ്ലൈസിനെ കാണുന്ന സമയത്ത് അയാൾക്ക് അതിനകത്തൊരു നീല ബട്ടർഫ്ലൈനെ ഭയങ്കര ഇഷ്ടമായി. ഈ നീല ബട്ടർഫ്ലൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ബട്ടർഫ്ലൈൻ്റെ ഒരു വല എടുത്തിട്ട് ബട്ടർഫ്ലൈൻ്റെ പുറകെ ഓടുന്നത് പോലെ വളരെ സ്പീഡിൽ ഓടുകയാണ്. ബട്ടർഫ്ലൈനെ നമ്മൾ എത്ര പ്രാവശ്യം വല വീശി പിടിക്കാൻ നോക്കി കഴിഞ്ഞാലും ബട്ടർഫ്ലൈ കുതിച്ച് മാറി കുതിരി മാറി കിട്ടും, ബട്ടർഫ്ലൈനെ പിടിക്കാനും പറ്റില്ല. അവസാനം കുറച്ച് ദിവസത്തെ ശ്രമത്തിന് ശേഷം ഇയാൾ എന്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പൂന്തോട്ടത്തിന് നടുവിൽ പൂക്കളുടെ നടുവിൽ തളർന്നിരിക്കുകയാണ്. എനിക്ക് ഈ ബട്ടർഫ്ലൈനെ കിട്ടുന്നില്ലല്ലോ, എന്താണ് ഞാൻ ഇത്ര ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള രൂപത്തിൽ അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് പതിയെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് വേറൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് നമ്മളുടെ കയ്യിൽ ഷോൾഡറിൽ വന്നിരുന്നു. അപ്പോൾ അയാൾക്ക് എന്തോ ഒരു തോന്നൽ മനസ്സിലായി. കുറച്ച് സമയം കൂടി അയാൾ അനങ്ങാതെ അവിടെ ഇരിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പുറത്ത് വന്നിരുന്നു. 2 ബട്ടർഫ്ലൈ വന്ന് ഇരുന്ന സമയത്ത് അയാൾക്ക് എന്തോ ഒരു കാര്യം പ്രത്യേകം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നിട്ട് അയാളുടെ ശാന്തനായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളും നമ്മുടെ അനക്കങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പ്രസന്നവദനായി സന്തോഷമായിട്ട് ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുക. പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ കൂടുതൽ ബട്ടർഫ്ലൈകൾ വരാൻ വേണ്ടി തുടങ്ങി. ഓട്ടോമാറ്റിക്കലി അയാൾ ഇത്രയും നേരം ചേസ് ചെയ്തുകൊണ്ടിരുന്ന ആ നീല ബട്ടർഫ്ലൈ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യത്തിന് അതിന് പിന്നാലെ ഒരുപാട് ഓടുകയോ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിട്ടോ കാര്യമില്ല. അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ട് ഉണ്ട്. അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തേക്ക് വരും. നോക്കുക, എൻട്രൻസ് പ്രിപ്പറേഷൻ ഇറ്റ്സ് എ ടൈം ടു വർക്ക് മോർ, അല്ലെങ്കിൽ വർക്ക് ഇൻ ആൻ ആക്യുറേറ്റ് വേ, കൃത്യമായിട്ട് പണിയെടുക്കുക എന്നുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുക. ഈ വർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് നമ്മുടെ മെൻറ്റാലിറ്റി അതനുസരിച്ച് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് റിസൾട്ട്, മെഡിക്കൽ സീറ്റ്, ഗവൺമെൻറ് MBBS എന്നൊക്കെ പറയുന്ന സാധനം തനിയെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറും. നമ്മളിങ്ങനെ വർക്ക് എടുത്തോണ്ടിരുന്നാൽ മതി. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ വർക്ക്, ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് വി ആർ ഡൂയിങ്. അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ബാക്കി MBBS നമ്മുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആയിരുന്നു എന്നുള്ളതായിരുന്നു നോക്കുക. ആ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആയിരുന്നു നോക്കി നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് ഇനിയും വർക്ക് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക, അഡ്മിഷൻ എടുക്കുക. റെസിഡൻഷ്യൽ ബാച്ചുകളും ടോപ്പേഴ്സ് ബാച്ചുകളും സാധനങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ ഓഫീസിലേക്ക് വരിക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള ചോദ്യാവലികളുണ്ട്, ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്ന് നിങ്ങളത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം. എങ്ങനെയാണ് പോകുന്നത്, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, നമ്മളിനി ഒരു വർഷം കൂടി ഇരിക്കണം. നിങ്ങൾക്ക് തീരെ വർക്ക് ഗ്യാപ്പൊന്നുമില്ല, ഇതേപോലെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സധൈര്യം മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നമ്മൾ വർക്ക് എടുക്കാം എന്ന് മാത്രം തീരുമാനിക്കാം. വിൽ സീ യു ഇൻ ദ ക്ലാസ്. ബൈ.